ഇതാ സാറേ, താങ്ക് യു. കൊണ്ടുവരുന്നതാ. താങ്ക് യു. വളരെ നന്നായിട്ടുണ്ട്. ദേ കണ്ടില്ലേ? അതെ 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 അതെ. അദ്ദേഹം വന്നില്ലായിരുന്നു. വെൽക്കം ബട്ടു, വെൽക്കം. എന്റെ മകളുടെ കല്യാണത്തിന് നിങ്ങൾക്ക് സ്വാഗതം. അല്ല, നിങ്ങൾ എന്താ ഇത്ര ലേറ്റ് ആയിട്ട് വന്നത്? ചെറുക്കന്റെ ബന്ധുക്കളെല്ലാം വന്നു കഴിഞ്ഞു. ചെറുക്കൻ ഫ്രഷ് ആയിട്ട് വരാൻ റൂമിലേക്ക് പോയിരിക്കുക. ഇനിയും കുറച്ച് സമയത്തിനകം മുഹൂർത്തം സ്റ്റാർട്ട് ആകും. അതെ, താങ്ക് യു. വന്നാട്ടെ. ആശംസകളുണ്ട് കേട്ടോ മന്ത്രി. സോറി, ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയി പോയി. എന്തുട്ടത്? ബട്ടുടെ സിക്സ്ത് സെൻസ് എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ. ഇവിടെ ഏതോ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നു. എന്താന്നറിയില്ല. ഓ എന്റെ ബട്ടു, നമ്മള് മന്ത്രി സാറിന്റെ മോളുടെ കല്യാണത്തിൽ വന്നിരിക്കുക. ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയരുത്. മിണ്ടാതിരിക്കാൻ നോക്ക്. കേട്ടോ ബട്ടോ, ഇവിടുത്തെ സെക്യൂരിറ്റികളുടെ ഉത്തരവാദിത്വം എന്റേതാണ്. മര്യാദയ്ക്ക് പോയിക്കോ. ഞാനൊരു അപകടകാരിയായ ഇൻസ്പെക്ടറാണ്. എടാ, നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഞാൻ നിങ്ങളെ ഓടി വന്ന് പിടിക്കുന്നതായിരിക്കും. കൊള്ളാം സാറേ, കൊള്ളാം. സാറ് രണ്ടുപേരെ ഓടിച്ചിട്ട് പിടിക്കുമെന്ന് എനിക്ക് അറിയാം സാറേ. സാറ് മഹാനാണ് സാറേ. എന്നാ ചായ കുടിക്ക് സാറേ. ഞാനല്ലേ പറയുന്നേ, ചായ കുടിക്ക്. താങ്ക് യു ചമക് സിംഗ്. അല്ല, നിങ്ങൾ എന്തിനാ എപ്പോഴും ഇങ്ങനെ സാറിന് ചായ കൊടുക്കുന്നേ? വായിന്ന് ചായ ഇങ്ങനെ വന്നോണ്ടിരിക്കുക. പൊടി അരിച്ചു കളയാതെ കുടിക്കുന്ന ചായയുടെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അറിയോ നിനക്ക്? ഇല്ലെങ്കിൽ അറിഞ്ഞോളൂ. ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുകുറ്റവും ഉണ്ടോ ചമക് സിംഗ്? ഒന്നുമില്ല സാറേ. യുവമാരെവിടെ പോയി? മൻമനി സാറുടെ ഇന്ന് രക്ഷപ്പെട്ടു. ആവൂ. എന്റെ ഈശ്വര, ബട്ടുടെ സിക്സ്ത് സെൻസ് എന്തോ പറയുന്നു. ഇവിടെ എന്തോ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നടക്കും. ഓ അങ്ങനെ പറയല്ലേ ബട്ടു. ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല. മനസ്സിലായില്ലേ? നമ്മൾ ഇവിടെ കല്യാണം കൂടാനാണ് വന്നിരിക്കുന്നത്, പ്രശ്നം ഉണ്ടാക്കാനല്ല. മനസ്സിലായില്ലേ? ഇവന്മാരെ രണ്ടുപേരും ഇവിടെ എന്തോ ഒരു പ്ലാനും കൊണ്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇവന്മാരെ രണ്ടുപേരെയും ജയിലിനകത്തിട്ടേ പറ്റൂ. ബട്ടുടെ സിക്സ്ത് സെൻസ് എന്തോ പറയുന്നുണ്ട്. ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. അതെന്താണെന്ന് ഞാൻ കണ്ടുപിടിക്കും. ഇന്ന് ഇവൻ തല്ല് മേടിപ്പിക്കും. ഇവിടെ ഇല്ല, എവിടെയുമില്ല. ടേബിളിന്റെ അടിയിൽ നോക്കാം. ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്കൊരുപാട് ഇഷ്ടമായി. എന്റെ ഈശ്വര, ഇപ്പൊ ഞാൻ പുറത്തു പോവാണെങ്കിൽ ഈ രണ്ട് ലേഡീസ് ഉണ്ടല്ലോ, അവരെന്റെ കഥ തീർക്കും. അവര് പോകുന്നവർക്ക് ഞാൻ അതിന്റെ അടിയിൽ തന്നെ ഇരിക്കുന്നത് നല്ലത്. ആ, ഒരു കാര്യം ചെയ്യാം. കുറച്ച് ചാട്ട് കഴിച്ചാലോ? എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നിട്ട് വയ്യ. എന്റെ ചോട്ട് എവിടെയാ? നീ അതെടുത്ത് കഴിച്ചോ? എന്റേത് തന്നെ മുഴുവൻ കഴിച്ചിട്ടില്ല. നിന്റെ സാരി കണ്ടു ഇരുന്നു പോയി. ഞാൻ കഴിക്കാൻ തുടങ്ങിയിട്ട് പോലുമില്ല. ഹലോ ചേച്ചി. അവനെ എല്ലാം കഴിച്ചിട്ടുള്ളത്. അവനെ പിടിക്കൂ, കള്ളൻ, 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 കള്ളൻ. അവനെ പിടിക്കൂ, അവനെ സാരി നാശാക്കി. കള്ളനെ പിടിച്ച് അടിക്കൂ. വേഗം പിടിക്കവരെ. ഓഹോ എന്റെ ബട്ടു, നീ എപ്പോഴും ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ എന്തിനാ പോകുന്നത്? നിക്കടവിടെ. ഇന്ന് ബട്ടു എന്റെ കൈക്കുള്ളിലായി കഴിഞ്ഞു. അവനെ പിടിച്ച് ജയിലിലിടാതെ ഞാനിനി ഉറങ്ങില്ല. ബട്ടു റൈറ്റ് എടുക്ക. ബട്ടു എക്സ്ക്യൂസ് മീ, ഞാൻ നോക്കട്ടെ. ആ, തൊട്ടപ്പുറത്ത് ഡിന്നർ ടേബിൾസ് ഉണ്ട്, അതുവഴി പൊക്കോ. അല്ലെങ്കിൽ നിനക്ക് തല്ല് കിട്ടും കേട്ടല്ലോ. ഓക്കെ.
താഴെ ആരും കാണുന്നില്ലല്ലോ. എങ്ങോട്ടാണോ ഓടിപ്പോയത്? ഇൻസ്പെക്ടർ മൻമാനി സാർ ഒന്ന് വന്ന് നോക്കിക്കേ. എവിടെ? ഞാൻ നോക്കട്ടെ. എല്ലാവരും മാറിപ്പോകൂ. എന്നെ പുറത്തേക്ക് വലിക്കൂ. കള്ളനെ പിടിക്കാൻ വന്ന ഞാൻ അവസാനം ഇവിടെ കുടുങ്ങിപ്പോയി. സാറേ, ഞാൻ വരുന്നു സാറേ. ഒരു കാര്യം ചെയ്യ്, അപ്പുറത്തോട്ട് മാറ്റി നിന്ന് കട്ട് ചെയ്തെടുക്ക്. വേഗം പോകൂ. എത്ര നേരം പറഞ്ഞ അതിന്റെ അടിയിൽ പെടുക. എന്നെ ആരെങ്കിലും ഈ ടേബിളിന്റെ അടിയിൽ നിന്നും രക്ഷിക്കൂ. സൂക്ഷിച്ചെടുക്കണം കേട്ടല്ലോ. കണ്ടില്ലേ ബട്ടു, നീ എന്താ കാണിച്ചതെന്ന്? ഇനി ഇപ്പൊ ഇതൊക്കെ മറന്നിട്ട് മര്യാദയ്ക്ക് പാർട്ടി എൻജോയ് ചെയ്യാൻ നോക്ക്. വരൂ ശബ്ദമുണ്ടാക്കാതെ വേഗം വരൂ. വേഗം. വന്ന ജോലി കഴിയാതെ നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവരുത്. ബോസ്, നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ. എനിക്കൊന്നുമില്ല. വരൂ, വേഗം പോവാം. വേഗം. ഈ പ്രാവശ്യം നമ്മൾ രക്ഷപ്പെട്ടു. ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ ചിലപ്പോ പിടിക്കപ്പെടും. എന്റെ ഈശ്വരാ, ബട്ടുവിടെ സിക്സ്ത് സെൻസ് എന്തോ പറയുന്നു. ഇവിടെ എന്തോ പ്രശ്നം നടക്കാൻ പോകുന്നു. എവിടെയാണെന്ന് അറിയില്ല. ബട്ടു, എനിക്ക് മനസ്സിലായി. പ്രശ്നം ഇവിടെ അല്ല, അവിടെയാണ്. നിങ്ങൾ ആരാ? ഞാനാണ് ഷേർ സിംഗ്. വില്ലത്തരത്തിന്റെ മറ്റൊരു പേരാണ് ഷേർ സിംഗ്. അപ്പൊ ആദ്യത്തെ പേര് എന്താ ബോസ്? വായടക്ക്. സിംഹം സംസാരിക്കുമ്പോ എലികൾ സംസാരിക്കാൻ പാടില്ല. മന്ത്രിയുടെ അടുത്ത് ഒരുപാട് സ്വത്തുണ്ടെന്ന് ഞങ്ങൾ കേട്ടു. അത് മാത്രല്ല, ഈ കല്യാണത്തിന് വേണ്ടി സ്വർണ്ണാഭരണങ്ങളും കുറെ പൈസയും തരുന്നതായി കേട്ടു. ഒന്ന് ചിന്തിച്ചു നോക്ക്. ആ കല്യാണ ചെറുക്കൻ ഞാനാണെങ്കിൽ എനിക്ക് എത്ര പൈസ കിട്ടും? ഹേയ്, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഏണി വെച്ച് കയറി വന്നത്? ഓടിക്കോ. ഗട്ടു, നീ വിഷമിക്കണ്ട. ഇവന്മാരെ ഞാൻ നോക്കിക്കോളാം. ഒന്ന് അടിച്ച് കാണട്ടെ. നിങ്ങൾ അടിച്ചടിച്ച് ടയർഡ് ആയതിനു ശേഷമാണ് ഞാൻ നിങ്ങൾ അടിക്കാൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. കാണുന്നില്ല. സൂക്ഷിച്ച്. ഈ ഗട്ടുവും എന്നെ സന്തോഷമായി ജീവിക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ. ഓക്കെ, സ്നേക്ക് ഫൈറ്റ്. അതെനിക്കും അറിയാമല്ലോ. ഞാൻ കാണിച്ചു തരാം. ഇത് ചീറ്റിംഗ് ആണ്. ഇത് ഫൈറ്റിംഗ് അല്ല, ഇത് ചീറ്റിംഗ് ആയിരുന്നു. ഡോണ്ട് വരി ഗട്ടു, ഇവന്മാരെ ഞാൻ നോക്കിക്കോളാം. ഗട്ടു, ഇവന്മാരുടെ കഥ നീ തന്നെ തീർത്തോ. ഇവന്മാർക്ക് എന്റെ കൈ നടി വാങ്ങാനുള്ള യോഗമില്ല. പതുക്കെ നേരെ താഴേക്കിട്ടേക്കല്ലേ. Help!
എന്തു പറ്റി മോന്? ഇവിടെ എന്താ സംഭവിക്കുന്നത്? ആരോ വഴക്കിടുന്നെന്നൊക്കെ പറഞ്ഞല്ലോ. മോനൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ചില കള്ളന്മാർ ഇവിടെ വന്ന് എന്നെ കിഡ്നാപ്പ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പൊ ഇവര് രണ്ടുപേരാണ് ദൈവത്തെ പോലെ വന്ന് എന്നെ രക്ഷിച്ചത്. ഇവരില്ലെങ്കിൽ എന്റെ കഥ കഴിഞ്ഞെന്നെ. താങ്ക് യു വെരി മച്ച്. ഓ ഡോണ്ട് വറി, ഇനിയിപ്പോ അവര് പ്രശ്നം ഉണ്ടാക്കില്ല. വരൂ, നമുക്ക് താഴേക്ക് പോവാം. ഓ താങ്ക് യു കട്ടുപട്ടു, താങ്ക് യു. വാ മോനെ വാ. എന്റെ ഈശ്വര, ഈ ബട്ടുവിടെ 6th. ഇനിയെങ്കിലും ഒന്നും മിണ്ടാതിരിക്ക്, ഒരു പ്രശ്നം ഉണ്ടാവില്ല ബട്ടു. ഓക്കെ പറഞ്ഞു തൊലയ്ക്ക്. പറയാതെ നിനക്ക് സമാധാനം വരില്ലല്ലോ. ബട്ടുവിടെ 6th എന്തോ പറയുന്നത് ഇവിടെ പ്രശ്നമുള്ളത് പോലെ. എന്താണെന്ന് അറിയില്ല. എവിടെയാണ് പ്രശ്നം? ഇപ്പൊ എല്ലാ സംഭവങ്ങളും കഴിഞ്ഞില്ലേ? ഷേർ സിംഗ് ഓടിപ്പോയി കഴിഞ്ഞു. ഇപ്പൊ പിന്നെ കല്യാണം നടക്കുന്നു. പക്ഷെ നീ പറയുന്നത് കൊണ്ട് ഞാൻ സമ്മതിക്കാം. വരൂ, നമുക്ക് അവിടെ പോയി നോക്കാം എന്താ പ്രശ്നമെന്ന്. സാറേ, നല്ല പോലെ അടി ഉണ്ടാക്കിയിട്ട് വന്നതല്ലേ, നമുക്ക് കുറച്ച് കഴിക്കാം. വേണ്ട, എനിക്ക് സത്യത്തിൽ വിശക്കുന്നില്ല. നീ പറഞ്ഞതിന് വേണമെങ്കിൽ എന്തെങ്കിലും കുറച്ച് കഴിക്കാം. എന്താന്നറിയില്ല, ഇന്ന് ഭക്ഷണം കഴിക്കാൻ എനിക്ക് വലിയ മൂഡില്ലെന്നേ. കൊള്ളാലോ, ഇന്നത്തെ ഭക്ഷണമൊക്കെ കാണുമ്പോ വായില് വെള്ളം ഓർന്നല്ലോ. ഇത് കഴിച്ചാലോ, ഇത് കഴിച്ചാലോ, ഇത്. നിങ്ങളുടെ ഭാഗ്യമാണ് സാറിന് ഇന്ന് വിശക്കാത്തത്. അഥവാ വിശന്നായിരുന്നെങ്കിലും ഒന്ന് ആലോചിച്ചു നോക്ക്. ബട്ടു, നീ അങ്ങോട്ട് പോ, ഞാൻ ഇങ്ങോട്ട് പോ. ശരി. ജന്നാല അടച്ചിരിക്കാണല്ലോ. അല്ല, നിങ്ങൾ ഇവിടെ എന്തെടുക്കാണ്? ബട്ടു, ജീപ്പ് എടുത്തോണ്ട് വാ. ജീപ്പ്. പുറകിൽ വരുന്നുണ്ട്. നിങ്ങളൊന്ന് വണ്ടി നിർത്തുന്നുണ്ടോ? ഇവന് വെറുതെ വിടാൻ പാടില്ല. അവര് വിടില്ല, പിടിക്ക്. നീ എങ്ങോട്ട് പോയാലും നിന്നെ വിടില്ല. അവിടെ നിക്ക്. പറഞ്ഞിട്ട് ഒരു അനുസരണ ഇല്ലാത്തത് കണ്ടോ? ഓടാ. സുഹൃത്തെ, മുമ്പിൽ ചുവരുണ്ട്, ഓടാൻ പറ്റില്ല. അവിടെ നിന്നോ, നിക്കടാ. അവര് പണി തുടക്കം. ഓടിക്കോ. അല്ല, ഇവർ രണ്ടുപേരും ബൊക്കെ എടുത്തോണ്ട് എന്തിനാ വന്നത്? കല്യാണം വല്ലവന്റെയോ ആണ്. ഇവരെന്തായാലും ബൊക്കെ കൊണ്ടുവരാൻ ചാൻസ് ഇല്ല. ഇവരെ ആരും വിളിക്കത്തുമില്ല. കല്യാണ ചെറുക്കനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ അയാൾ എന്റെ പേരറിഞ്ഞു? ഒരുപക്ഷെ അത് ഷേർ സിംഗ് ആയിരുന്നു. ഇവർ രണ്ടുപേരും കല്യാണത്തിന്റെ ആശംസകൾ അറിയിക്കാൻ വേണ്ടി വന്നതായിരിക്കും. നിങ്ങൾ ആരാണ്? താങ്ക് യു. ആദ്യം എന്താ കെട്ടൊന്ന് അയച്ചുവിട്. ആ ഷേർ സിംഗ് എന്നെ കിഡ്നാപ്പ് ചെയ്ത് കെട്ടി വെച്ചിരിക്കുക. കല്യാണ ചെറുക്കനായിട്ട് അയാൾ അവിടെ ഇരിക്കുന്നത്. വേഗം വാ, പോകാം. എടുക്ക വണ്ടി. ഈ കല്യാണം നിർത്തണം. ചെറുക്കൻ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഷേർ സിംഗ്, നിങ്ങളുടെ കള്ളക്കളികളൊക്കെ ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഷേർ സിംഗ് അല്ലേ? വേണ്ട
നിന്നെ ഇന്ന് ഞാൻ വെറുതെ വിടില്ലടാ. വില്ലത്തരത്തിന്റെ മറ്റൊരു പേര് ഷേർ സിംഗ് എന്നാണ്. ഇവിടെ ഉള്ള ആരും അനങ്ങിപ്പോവരുത്. എടാ ഗട്ടു ബട്ടു, ഇത്തിരി ലേറ്റ് ആയിട്ട് വരാമായിരുന്നില്ലേ? ഈ കല്യാണം കഴിഞ്ഞ് ഞാൻ മന്ത്രിയുടെ മരുമകനായിട്ടുണ്ടാവും. പിന്നെ അദ്ദേഹത്തിന്റെ എല്ലാ സ്വത്തുക്കൾക്കും ഒറ്റ അവകാശി ഞാൻ തന്നെ ആയിരിക്കും. ഞാൻ കോടീശ്വരനായി എന്നെ. നിങ്ങൾ രണ്ടുപേരും ഉള്ളവരെ എന്റെ ജീവിതത്തിൽ സന്തോഷമേ ഇല്ല. എന്നെങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതോട് നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? പോലീസിനും ജീവനുണ്ട്. നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ വേറെ വഴിയിൽ പോ. നീ എന്റെ കൂടെ എന്തിനാ ഓടി വരുന്നത്? പൊയ്ക്കോ അങ്ങോട്ട്. ഞാൻ എങ്ങോട്ടാ പോവാ? എങ്ങോട്ടാ പോവാ? രക്ഷിക്കൂ! പിടിക്കവരെ. എല്ലാവരും പോയി ആ ജീപ്പ് പിടിച്ച് നിർത്തൂ. വേഗം പിടിക്ക്. വണ്ടി നിന്നല്ലോ. സോറി ബോസ്, കല്യാണം കഴിഞ്ഞോ? കല്യാണം കഴിഞ്ഞ് കുട്ടിയോ ആയി. എടാ മണ്ട, ആ ഗട്ടുപട്ടുടെ കഥ തീർക്കടാ. ഓക്കേ ബോസ്. മന്ത്രി സാറേ, നിങ്ങളൊന്ന് മാറി നിൽക്ക്. വരൂ 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 വരൂ. ഇത് കൊള്ളാലോ. ആദ്യം കുറച്ച് പൊട്ടേറ്റോ, പിന്നെ കുറച്ച് ചില്ലി പൗഡർ. ആർക്കാ പാനിപ്പൂരി വേണ്ട? നല്ല ടേസ്റ്റ് ഉള്ള പാനിപ്പൂരിയാണ്. കഴിച്ചാ പിന്നെ നല്ല രുചിയായിരിക്കും. വേണമെന്നവര് വരാം. ഇതെന്തായാലും ഗംഭീരായിട്ടുണ്ട്. എടാ എടാ, എപ്പ നോക്കിയാലും തിന്നോണ്ടേ ഇരിക്കല്ലേ. നിങ്ങളുടെ വയറ്റിൽ എന്താണ് ആനയാണോ ഉള്ളത്? ഫൈറ്റ് ചെയ്യേ. വിടല്ലേ, പോയി അടിക്കേ. അവനെ വേഗം പോയി തല്ലടാ. വേണ്ട വേണ്ട. ഇങ്ങോട്ട് വാടോ. ഷേർ സിംഗ്, ഇന്ന് നിങ്ങളെ എല്ലാവരെയും ഞാൻ ജയിലിൽ അടയ്ക്കുന്നതാണ്. പിന്നെ ഗട്ടപ്പെട്ടു, ഇന്ന് നിങ്ങളെ ഞാൻ വെറുതെ വിടുന്നു എന്ന് വെച്ച് ഞാൻ നിങ്ങളെ ഒരു ദിവസം തീർച്ചയായും ജയിലിൽ അടയ്ക്കുന്നതായിരിക്കും. മനസ്സിലായോ? താങ്ക് യു വെരി മച്ച്. നിങ്ങൾ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഇവിടെ വലിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായേനെ.
പോറ്റി കല്യാണം നടക്കട്ടെ. ഗട്ടു ബട്ടുവിന്റെ ഫ്രണ്ട്ഷിപ്പ് കാരണം എനിമീസ് എല്ലാം ഒന്നുമല്ല.